പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. മേയർ സ്ഥാനം നൽകുമെന്ന് BJP ഉറപ്പു നൽകിയിരുന്നുവെന്ന് ആർ ശ്രീലേഖ. മേയറാക്കുമെന്ന ഉറപ്പിലാണ് മത്സരിച്ചത്. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ചുവെന്നും വിശദീകരണം. ഞാൻ അതൃപ്തി ഇല്ല, എനിക്ക് പരസ്യമാക്കിയിട്ടില്ല. എനിക്കിപ്പോഴും അതൃപ്തിയില്ല, തൃപ്തി തന്നെയാണ്. ഞാൻ ഹാപ്പിയാണ്. ജയിച്ചു വന്ന 50 കൗൺസിലേഴ്സും കൂടെ എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് കേന്ദ്ര നേതൃത്വം പറഞ്ഞ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും മനസ്സാ അംഗീകരിക്കുകയായിരുന്നു. നിയമസഭയിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്നും ശ്രീലേഖ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് 6 ആഴ്ച കൂടി സമയം. ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി അറിയിച്ചു. മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിന്റെ ഹർജിയിൽ നിർണായക പരാമർശങ്ങളുമായി സുപ്രീം കോടതി. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ. 85 സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസത്തിൽ ബത്തേരി ശിബിരം. ക്യാമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച് കനകോലു. പുനർജനി പദ്ധതിയിൽ മണപ്പാട്ട് ഫൗണ്ടേഷനും CEOയ്ക്കുമെതിരെയും CBI അന്വേഷണത്തിന് ശുപാർശ. FCRI അക്കൗണ്ടിലേക്ക് വന്ന പണം സതീശനുള്ളതെന്ന് വിജിലൻസ്. തമിഴ്നാട്ടിൽ നടൻ വിജയ്ക്ക് പ്രതീക്ഷ നൽകി സർവേ ഫലം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനം പരിഗണിക്കുന്ന ആളുകളിൽ 2ാം സ്ഥാനം വിജയ്ക്ക്. TVKയുടെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക DMKയെ. അധികാരത്തിൽ വരിക DMK തന്നെയെന്നും ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് നടത്തിയ സർവേ. വെനസ്വേലയിൽ മലക്കം മറിഞ്ഞ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെന്ന് ഡെൽസി. മദൂറോയെ ഇന്ന് വിചാരണ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. ഇന്ത്യക്കെതിരെ വീണ്ടും താരിഫ് ഭീഷണി ഉയർത്തി അമേരിക്ക. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യമില്ല. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കുറ്റം നിലനിൽക്കുമെന്നും കോടതി. ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. 5 പ്രതികൾക്ക് ജാമ്യം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യമില്ല. സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. മറ്റൊരു പ്രതിയായ ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കുറ്റം നിലനിൽക്കുമെന്നും കോടതി കണ്ടെത്തി. ബാക്കി 5 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. അഭിലാഷ്, ജാമ്യത്തിനുള്ള ശ്രമമായിരുന്നു തീവ്രമായി, പക്ഷേ കോടതി അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. കുറ്റക്കാരാണ്, തെളിവുണ്ട് എന്ന് പറയുമ്പോൾ ഇനി അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. തീർച്ചയായും ഈ ഒരു വിധിയിൽ, ഡൽഹി കലാപവുമായിട്ടുള്ള വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് UAPA കേസിൽ ജാമ്യമല്ല പ്രധാനം, മറിച്ച് ജയിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പണ്ട് VR കൃഷ്ണയ്യർക്ക് എപ്പോഴും പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു കേസിൽ എപ്പോഴും ജാമ്യമാണ് ആദ്യം, ജയിൽ ഒരു എക്സെപ്ഷനാണ് എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ UAPA കേസിൽ സുപ്രീം കോടതി നിരീക്ഷണം വന്നിരിക്കുന്നു. ജാമ്യം ഒരു എക്സെപ്ഷനാണ്, ജയിലാണ് പ്രധാനം എന്നുള്ള രീതിയിലാണ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇത് ഇനി രാജ്യത്ത് ചുമത്തപ്പെടുന്ന എല്ലാ UAPA കേസിലും ഏറ്റവും പ്രധാനമായും മറ്റു കോടതികൾ ഒരു നിരീക്ഷണമായി, ഒരു റെഫറൻസായി വയ്ക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതൊരു നിർണായകമായ ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നമുക്ക് ഉമർ ഖാലിദിലേക്ക് വന്നാൽ, ഉമർ ഖാലിദും ഷർജീൽ ഇമാമും 2 പേർക്കുമെതിരെ അതിശക്തമായ രീതിയിലുള്ള തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ ഉണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഡിവിഷൻ ബെഞ്ചാണ്, സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യം നിരീക്ഷിച്ചിരിക്കുന്നത്. 2 പേർക്കുമെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നു. അതുപോലെ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി 5 പേരുണ്ട്. ആ 5 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 12 പ്രധാനമായ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ജാമ്യം കിട്ടിയത് ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫു ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷാദാബ് അഹമ്മദ്, ഈ 5 പേർക്ക് ജാമ്യം വയ്ക്കുമ്പോൾ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ഇനിയും ജയിലിൽ ബെയിലിനായി, ജാമ്യത്തിനായി കിടക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് പക്ഷേ കോടതി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, വിചാരണ ഈ കഴിഞ്ഞ 5 വർഷമായി 2020 സെപ്റ്റംബറിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് തൊട്ട് ഇതുവരെയും വിചാരണ ആരംഭിച്ചിട്ടില്ല. അത് ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകരുതെന്നുള്ള കാര്യം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 2020
20 ഫെബ്രുവരിയിൽ നടന്ന ഒരു സംഭവത്തിൽ 5 വർഷം കഴിഞ്ഞിട്ടും ജയിലിൽ കിടക്കേണ്ടി വരുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതികളായിട്ടുള്ള ഉമർ ഖാലിദും അടക്കം പ്രതിഷേധിച്ചെങ്കിലും അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കോടതി നിരീക്ഷിച്ചത്. എന്തായാലും ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യമില്ല. UAPA കേസിൽ അവർക്ക് ഇനിയും ജയിലിൽ കിടക്കേണ്ടി വരും. വിചാരണ തീരും വരെ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും സുപ്രീം കോടതിയിൽ കൂടുതൽ ഹർജികൾ നൽകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. സുപ്രീം കോടതിയെ ഇനിയും മറ്റ് ചില റിവിഷൻ ഹർജികളടക്കം സംഭവിക്കുമെന്ന കാര്യം കാത്തിരുന്ന് കാണണം. അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കൂടുതൽ സാവകാശം നൽകി ഹൈക്കോടതി. 6 ആഴ്ച സമയമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നീട്ടി നൽകിയത്. SIT ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി അറിയിച്ചു. ഇതിനിടെ കേസിൽ ഹൈക്കോടതി നടത്തിയ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്നാണ് ഹർജിയിൽ കോടതി നിരീക്ഷണം നടത്തിയത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരണം. ആജ്ഞ, SITക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. കോടതിയുടെ ഭാഗത്തു നിന്ന് മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായി എന്ന് കരുതണോ? ഇന്ന് ഇടക്കാല റിപ്പോർട്ട് പൂർണ്ണമായും നൽകിയല്ലേ? ആജ്ഞയിലേക്ക് വരാം. അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ് കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 6 ആഴ്ച കൂടി കോടതി അനുവദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. 6 ആഴ്ച എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 മാസത്തോളം സമയം ഇനിയും അന്വേഷിക്കാം SITക്ക് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. അത് മറ്റ് കാര്യങ്ങൾ ഒരുപക്ഷെ ഇടക്കാല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിലുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വൈകുന്നേരത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക എന്നുള്ളതാണ്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, വിവരങ്ങൾ. രഞ്ജിത്ത്, അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് 6 ആഴ്ച കൂടി സമയം നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. SIT ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ, അതായത് ജനുവരി 17-നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാലാവധി അവസാനിക്കുന്നത്. അതേസമയം 6 ആഴ്ച കൂടി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാക്കാൻ SIT സമയം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള, അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, കസ്റ്റഡിയിൽ എടുത്തവരുടെ വിവരങ്ങൾ, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സ്വർണ്ണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചാണ് ഈ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ജനുവരി 19-ന് SIT ഇടക്കാല റിപ്പോർട്ട് 17-നായിരുന്നു തീയതി അവസാനിക്കുന്നത് നേരത്തെ തീരുമാനമനുസരിച്ചിട്ട്. പക്ഷേ ജനുവരി 19-ന് വീണ്ടും 5ാമത്തെ തവണ, ഇപ്പോൾ ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന 4ാമത്തെ തവണയാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 5ാമത്തെ തവണ കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. എന്തായാലും അന്വേഷണം SITക്ക് തുടരാം. അതുമാത്രമല്ല, കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആയി വരുന്ന സാഹചര്യം ഈ ഡിസംബർ 3-ന് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുണ്ടായ മെല്ലെപ്പൊക്ക് കോടതി ഡിസംബർ 3-ന് ചേർന്നപ്പോൾ കോടതി നിശിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് വൻതോക്കുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാത്തത്, അതല്ലെങ്കിൽ അതിലേക്ക് അന്വേഷണം നീളാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അന്വേഷണ സംഘം കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ എവിഡൻസുകൾ പരിശോധിക്കേണ്ട സാഹചര്യവും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്തായാലും നേരത്തെ തന്നെ അന്വേഷണ സംഘം SIT ഇതുമായി ബന്ധപ്പെട്ട് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നേരത്തെ 6 ആഴ്ചത്തെ സമയമായിരുന്നു നൽകുന്നത്. അത് വീണ്ടും കോടതി നീട്ടി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ ജനുവരി 17-ന് കാലാവധി അവസാനിക്കപ്പെടാണ് വീണ്ടും 6 ആഴ്ചത്തെ സമയം കൂടി കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അന്വേഷണം, ശബരിമല സ്വർണ്ണപ്പാളിയിലുള്ള അന്വേഷണം ദേവസ്വം ബെഞ്ചിന്റെ നേതൃത്വത്തിൽ തുടരും. അതിൽ വ്യക്തമായ ധാരണയുണ്ടായ ശേഷം മാത്രമേ കോടതി ഇതിൽ നിന്നും പിന്തിരിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. രഞ്ജിത്ത്, ശരി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ BJPയെ വെട്ടിലാക്കിയ R ശ്രീലേഖ. മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നുവെന്നും മേയറാക്കുമെന്ന ഉറപ്പിലാണ് മത്സരിച്ചതെന്നും ശ്രീലേഖ തുറന്നടിച്ചു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമായതിനാൽ എതിർക്കാനാകില്ലെന്നും നിയമസഭയിലേക്ക് മത്സരിക്കാനില്ലെന്നും R ശ്രീലേഖ പറഞ്ഞു. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയറാകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം,
നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പോൾ അതിനെ 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞ. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തലസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് BJP നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് ആർ ശ്രീലേഖയുടെ പ്രതികരണം വരുന്നത്. താൻ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താൽപര്യപ്പെട്ടിരുന്നില്ല എന്നും പാർട്ടി നേതൃത്വം മേയർ പദവി ഉറപ്പ് നൽകിയതിനാലാണ് മത്സരിക്കാൻ സന്നദ്ധയായത് എന്നുമാണ് ആർ ശ്രീലേഖ തുറന്നടിച്ചത്. അതേസമയം തനിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടിയിൽ അതൃപ്തിയൊന്നുമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നതിലൂടെ പരോക്ഷമായി കൃത്യമായി ആർ ശ്രീലേഖയ്ക്ക് ഈ പദവി നഷ്ടമായതിലുള്ള അമർഷം തന്നെയാണ് പുറത്തു വരുന്നത്. അതേസമയം അതുമായി ബന്ധപ്പെട്ട് താൻ കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നുമില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം 5 വർഷത്തേക്ക് കൗൺസിലർ എന്ന നിലയിൽ നിറവേറ്റുമെന്നൊക്കെ ആർ ശ്രീലേഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോ നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്. അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ തന്നെ അതായത് വിയോജിപ്പ് പരസ്യമാക്കിയ ശ്രീലേഖയെ അനുനയിപ്പിക്കുന്നതിനായി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഉന്നത പദവികൾ BJP നേതൃത്വം ആർ ശ്രീലേഖയ്ക്ക് നൽകുമോ, അതോ ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ പരസ്യ നിലപാടിൽ നേതൃത്വം അതൃപ്തി അറിയിക്കുമോ, അതിൽ മാത്രമാണ് ഇനി വ്യക്തത വരാനുള്ളത്. എന്തായാലും മേയർ VV രാജേഷ് ഈ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ വാർത്ത മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പൂർണ്ണ പിന്തുണയുമായി ആർ ശ്രീലേഖ തങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നുകൂടിയാണ് മേയർ VV രാജേഷ് പറഞ്ഞു വെച്ചത്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെയോ പഠിപ്പിട്ടിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? മറ്റു വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്കെതിരെ വീണ്ടും രാഹുൽ ഈശ്വർ യുവതിയെ അതിജീവിതയെന്ന് വിളിക്കുന്നത് തെറ്റാണെന്നും കോടതി പോലും അതിജീവിതയെന്ന് പരാമർശിക്കുന്നില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. വ്യാജ അതിജീവിതയെന്ന് അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി യുവതി പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ ഈശ്വറും പോലീസ് മേധാവിക്ക് പരാതി കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ പേരുവിവരങ്ങൾ, അതായത് അവരെ മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഒപ്പം അധിക്ഷേപം നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കഴിഞ്ഞ വർഷം നവംബർ 30-ന് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് 16 ദിവസത്തോളം റിമാൻഡിൽ കഴിയുകയും അദ്ദേഹം ചെയ്തു. അതിനുശേഷം ജാമ്യം ലഭിച്ചത് കർശന ഉപാധികളോട് കൂടിയായിരുന്നു. അതായത് ഈ ഒരു അതിജീവിതയെക്കുറിച്ച് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല, അനാവശ്യമായ പരാമർശങ്ങളടക്കം നടത്താൻ പാടില്ല എന്നടക്കമുള്ള ഉപാധികളോട് കൂടിയായിരുന്നു ഈ ഒരു ജാമ്യമടക്കം ലഭിച്ചത്. പക്ഷേ ഈ ഒരു ജാമ്യ ഉപാധികളുടെ നഗ്നമായ ലംഘനമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിജീവിത ഈ ഒരു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് പരാതി നൽകിയത്. അതായത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, ഒപ്പം തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. ഇത് ജാമ്യവ്യവസ്ഥയുടെ ഈ ഒരു നഗ്നമായ ലംഘനമാണ് എന്നായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് രാഹുൽ ഈശ്വർ ഈ ഒരു അതിജീവിതക്കെതിരെ വ്യാജ പരാതി നൽകി, അതായത് അതിജീവിത തനിക്കെതിരെ വ്യാജ പരാതി നൽകി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു കോടതിയുടെ കണ്ടെത്തലടക്കം വളരെ സുപ്രധാനമെന്നാണ് രാഹുൽ ഈശ്വർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് അതിജീവിത എന്നൊരു പേര് പോലും അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു നിയമ തടസ്സമുണ്ട്. കാരണം പരാതിക്കാരി മാത്രമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ വ്യവസ്ഥയിലടക്കം കൃത്യമായി, അതായത് ജാമ്യാപേക്ഷയുടെ വിധിപ്പകർപ്പിലടക്കം കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ പരാമർശിച്ചത്. ഒപ്പം തന്നെ ഇതൊരു ഫെമിനിസ്റ്റ് ലോബിയുടെ കാര്യങ്ങൾക്കെതിരെ താൻ ഉയർത്തുന്ന ശബ്ദത്തെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം കൂടിയാണ് ഇത്തരത്തിൽ നടക്കുന്നതെന്നായിരുന്നു രാഹുൽ ഈശ്വർ ഇന്ന് പ്രതികരിച്ചത്. എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ സാമൂഹിക മാധ്യമങ്ങളിലടക്കം അവർക്ക് സൈബർ വിമർശനങ്ങളെ നേരിടാൻ പേടിയുള്ളതുകൊണ്ട് അത് നിശബ്ദമാക്കാനുള്ള ഒരു തന്ത്രമാണ്. അതിജീവിത എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതിജീവിത എന്ന വാക്കിന് അതിൻ്റെതായ ഒരു മൂല്യവും വിലയുമുണ്ട്. ആ വാക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ പരാതിക്കാരി. അതുകൊണ്ടാണ് അവരെ വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നത്.
16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ രാഹുൽ ഈശ്വർ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും മാധ്യമങ്ങൾ വഴിയുള്ള അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ഭർത്താവ്, അതായത് തന്റെ ദാമ്പത്യ ജീവിതമടക്കം രാഹുൽ മാങ്കൂട്ടം തകർത്തു എന്നടക്കമുള്ള രീതിയിൽ പരാമർശം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു അതിജീവിതയുടെ ഭർത്താവ് രംഗത്ത് വന്നിരുന്നു. അവരെ പിന്തുണച്ചുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറും രംഗത്ത് വന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയിലാണ് ഇത്തരത്തിൽ തന്നെ അധിക്ഷേപിക്കുന്നത്, അതായത് ഒരു അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പങ്കുവച്ചു നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു പരാതി പോലും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്. ഇതിൽ ഈ ഒരു ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് ഇതിൽ കൃത്യമായ നിലപാടെടുക്കുക. അതിനൊപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യവും നിർണായകമാണ്. അത് വരും ദിവസങ്ങളിൽ തന്നെ പോലീസിന്റെ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ക്യാമറാമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭയിൽ 85 സീറ്റ് ഉറപ്പെന്ന കണക്കെടുപ്പിൽ കോൺഗ്രസ്. മലപ്പുറത്തും മധ്യകേരളത്തിലും മുന്നണി വൻ നേട്ടമുണ്ടാക്കും. വിജയസാധ്യത മണ്ഡലങ്ങളുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനഗോലു കോൺഗ്രസ് ക്യാമ്പിൽ അവതരിപ്പിച്ചു. തദ്ദേശ ഫലം അതേപടി പ്രതിഫലിക്കില്ലെന്നും ജാഗരൂകരാകണമെന്നുമാണ് പ്രവർത്തകർക്ക് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതേപടി പ്രതിഫലിച്ചേക്കാമില്ല എന്ന സാധ്യതയും UDF മുന്നിൽ കാണുന്നുണ്ട്. എന്ത് സാഹചര്യമുണ്ടായാലും 85 സീറ്റെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് UDFിൻ്റെ ആലോചനകൾ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ വയനാട് ക്യാമ്പിൻ്റെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളുടെ സാന്നിധ്യം കോൺഗ്രസ് പങ്കുവയ്ക്കുന്നുണ്ട്. മധ്യകേരളത്തിൽ വമ്പൻ മുന്നേറ്റമുണ്ടാകുമെന്നാണ് UDFിൻ്റെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാത്രമല്ല, അവിടുത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങളുടെ പരമ്പരാഗത ശക്തി മേഖലകളിലേക്ക് UDFും കോൺഗ്രസും തിരികെ എത്തി എന്നതാണ്. കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ കോൺഗ്രസ് അവിടെ വിജയം നേടിയത് ഏറ്റവും അനുകൂല സാഹചര്യം ഉണ്ടാവും. അത് നിയമസഭയിലും ആവർത്തിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ സാന്നിധ്യം ആ തരത്തിലുള്ള തങ്ങൾക്ക് ശക്തി മേഖലകളായി എന്നതാണ് അവർ കരുതുന്നത്. പ്രധാനമായും ഈ ജില്ലകളിൽ നിന്ന് മാത്രം 25 സീറ്റിലധികം സമാഹരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്ക് കൂട്ടലുണ്ടാവുന്നത്. മറ്റൊന്ന് മലപ്പുറം ജില്ലയാണ്. പതിവ് പോലെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് നിന്ന് മാത്രം ഇത്തവണ 16 സീറ്റോളം ലഭ്യമാകുമെന്ന കണക്കുമുണ്ട്. അങ്ങനെ മലപ്പുറവും മധ്യകേരളത്തിൻ്റെ ജില്ലകളും ചേരുമ്പോൾ തന്നെ വലിയൊരു മജോറിറ്റി തങ്ങൾക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് BJPയുടെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ. ഇതിൽ പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തി മേഖലകളായ പരമ്പരാഗത ശക്തി മേഖലകളായ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലും ഇത്തവണ UDF വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തും. കോൺഗ്രസിന് ഇതുവരെ പ്രാതിനിധ്യം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി ഉണ്ടാവാത്ത കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇത്തവണ 8 സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ സ്വാധീനം ഇടതുപക്ഷ മേഖലകളിലും ഉണ്ടാവും. അങ്ങനെ ഒരു അനുകൂല സാഹചര്യം വീണ്ടും ഉണ്ടായാൽ സീറ്റുകളുടെ എണ്ണം 100ലേക്ക് വരെ എത്തിയേക്കാം എന്ന പ്രതീക്ഷയാണ് UDFിന് ഉണ്ടാവുന്നത്. UDFിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന സുനിൽ കനഗുലുവിൻ്റെ നേതൃത്വത്തിൽ ഈ വയനാട്ട് ക്യാമ്പിലും വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട്. 90 സീറ്റുകൾ വരെ ഉറപ്പ് എന്ന റിപ്പോർട്ടാണ് സുനിൽ കനഗുലു ഈ ക്യാമ്പിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം, ശബരിമല പോലെയുള്ള അനുകൂല സാഹചര്യങ്ങൾ, ഇത് നിയമസഭയിൽ തന്നെ വീണ്ടും തങ്ങളെ നേട്ടമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അതായത് മുന്നണിയുടെ കെട്ടുറപ്പിനേക്കാൾ അപേക്ഷിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനത്തെക്കാൾ അപേക്ഷിച്ച് സർക്കാർ വിരുദ്ധ വോട്ടുകൾ UDFിന് അനുകൂലമായി ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ടുകൾ നിശബ്ദമാക്കപ്പെടുകയോ ക്രോസ് വോട്ടിങ്ങോ നടക്കാനുള്ള സാധ്യതയും UDF കരുതുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തുണ്ടാക്കും. ഒരുപക്ഷെ 2001 തെരഞ്ഞെടുപ്പിൽ നടന്നതിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് UDFിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതേപടിയുള്ള ഒരു ആവർത്തനം ഉണ്ടാവില്ലെങ്കിൽ കൂടിയുമുള്ള ജാഗ്രത പാലിക്കൽ ഉണ്ടാവണം. അതിൽ കേന്ദ്രവിരുദ്ധ സമരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത്. മലയോര മേഖലയും തീരദേശ മേഖലയും പ്രതിനിധീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും UDFിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കണക്കെടുപ്പ് തന്നെയാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗം കോഴിക്കോട് തുടരുകയാണ്. ലീഗ് മത്സരിക്കുമെന്ന് ഉറപ്പിച്ച സീറ്റുകളിലെ പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയ ചർച്ച യോഗത്തിൽ നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും അക്കാര്യം ചർച്ച ചെയ്യുമെന്നും യോഗത്തിന് മുന്നോടിയായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതിന് സംസ്ഥാന അധ്യക്ഷൻ ക്ലിയറായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മീഡിയയും ചോദിച്ചപ്പോൾ ആവർത്തിച്ച് സംസ്ഥാന പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ലീഗിന് അർഹതയുണ്ട്,
അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അർഹതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല, അത് അവകാശവാദമായി ഉന്നയിക്കുമെന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങളൊരു വഴക്കിനും വരുന്നിട്ടാണ് നിങ്ങളത്. ഇപ്പം നമുക്ക് ഞങ്ങൾ ചർച്ച നടക്കണ്ടേ, എന്നിട്ട് ഇതിൻ്റെ തീരുമാനം പിന്നെ അവസാനം ഞങ്ങൾ പറയും. ഓക്കെ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ഈ മാസം 16, 17, 18 തീയതികളിലാണ് യോഗം. കേരളത്തിലെ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാണ്. തൃപ്പൂണിത്തുറയിലെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിറ്റിംഗ് MLA കെ ബാബുവിന്റെ നിലപാട് നിർണായകമാകും. കെ ബാബു തന്നെ മത്സരിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി കെ ബാബു പിന്മാറിയാൽ രാജു പി നായർ, രമേശ് പിഷാരടി തുടങ്ങിയ പേരുകൾക്കാണ് മുൻഗണന. കെ ബാബുവിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം കോൺഗ്രസ് നിലനിർത്തുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തറ. അതുകൊണ്ട് തന്നെ ബാബു അല്ലാതെ മറ്റൊരു പേരിലേക്കും കോൺഗ്രസ് ഇതുവരെയും കടന്നിട്ടുമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തവണ മത്സരിക്കില്ല എന്ന പാർട്ടിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ബാബു തന്നെ മത്സരിക്കണമെന്ന നിലപാടിൽ തന്നെയാണ്. 1991 മുതൽ 2011 വരെ കെ ബാബു തന്നെയായിരുന്നു MLA. 2016 ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഏതായാലും നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം. നമുക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരത്ത് CMPക്ക് നൽകാൻ കോൺഗ്രസിൽ ചർച്ചകൾ സജീവമായിരിക്കെ സീറ്റിനായി സമ്മർദ്ദ നീക്കവുമായി മുൻ MLA VS ശിവകുമാറും രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ മണ്ഡലം നഷ്ടപ്പെട്ടത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണെന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ അവസരം നൽകണമെന്നും ശിവകുമാർ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം 1,28,322 അതിൽ തന്നെ അന്ന് വലിയ തരത്തിലുള്ള ഇടത് തരംഗം നിലനിന്നിരുന്നു. അങ്ങനെയാണ് ആന്റണി രാജുവിന് ഏതാണ്ട് 48,748 വോട്ടുകൾ ലഭിക്കുകയും VS ശിവകുമാർ 41,659 വോട്ടുകൾക്ക് പിന്നിലാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അന്ന് BJPക്ക് 34,996 വോട്ടുകൾ ലഭിച്ചുവെന്നാണ് കണക്കുകൾ. അതായത് BJP കൃത്യമായി അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചപ്പോൾ അത് തിരിച്ചടിയായി മാറിയത് UDFനാണ് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ തന്നെ വീണ്ടും അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് VS ശിവകുമാർ നേതൃത്വത്തെ ബന്ധപ്പെടുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി വിവിധ സർവേകൾ നടത്തുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ചില സർവേകൾ പൂർത്തിയായി കഴിഞ്ഞു. അന്തിമമായ ഒരു സർവേ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ ആരെ മത്സരിപ്പിക്കണം, ജയസാധ്യത കൂടിയ മണ്ഡലങ്ങളുടെ പട്ടികയിലായിരുന്നില്ല തിരുവനന്തപുരം സെൻട്രൽ ഉണ്ടായിരുന്നത്. പക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ആന്റണി രാജുവിന് ഈ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ MLA സ്ഥാനം നഷ്ടമാകുന്ന ഒരു സാഹചര്യം, അവിടെ അത് കൃത്യമായി രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനാകുമെന്ന വലിയൊരു പ്രതീക്ഷ UDF ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതുവിധേനയും കോൺഗ്രസ് അവിടെ മത്സരിക്കണമെന്ന ആഗ്രഹം ഒരു വിഭാഗം നേതാക്കൾ മുമ്പോട്ട് വെക്കുന്നത്. അതായത് ആ സീറ്റ് CMPക്ക് വിട്ടു നൽകിയേക്കും, CP ജോൺ സ്ഥാനാർത്ഥിയായേക്കുമെന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് അത് കോൺഗ്രസ് തന്നെ ആ സീറ്റ് നിലനിർത്തണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്നത്. അവിടെ NSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ മുൻ MPയും തിരുവനന്തപുരം DCC അധ്യക്ഷനുമൊക്കെ ആയിരുന്ന VS ശിവകുമാറിന്റെ ഇടപെടൽ. അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നത് കൊല്ലത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കേരളത്തിൽ എപ്പോഴും ഇടത് കോട്ടയായി നിന്നിരുന്ന ഒരു സ്ഥലമാണ്, ഇടതുപക്ഷത്തെ ഒപ്പം ചേർത്ത് വെച്ചിരുന്ന സ്ഥലമാണ്. അവിടെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ വലിയൊരു നേട്ടമുണ്ടാക്കിയതിന് പിന്നിൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ട്. താൻ കൃത്യമായി തന്റെ കൃത്യമായ ഇടപെടലുകൾ കൊല്ലം കോർപ്പറേഷനിലടക്കം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമാണ് അവിടെ ഉണ്ടായത്. അതുപോലൊരു സാഹചര്യം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് തനിക്ക് മത്സരിക്കാൻ സെൻട്രൽ മണ്ഡലത്തിൽ വീണ്ടും അവസരം നൽകണമെന്ന ആവശ്യമാണ് VS ശിവകുമാർ മുമ്പോട്ട് വെക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തും VS ശിവകുമാർ മത്സരിക്കാൻ സന്നദ്ധനാകില്ല. അദ്ദേഹം സെൻട്രൽ മണ്ഡലത്തിന് വേണ്ടി തന്നെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം
വിട്ടു നൽകണമോ അതോ കോൺഗ്രസ് തന്നെ നിലനിർത്തണമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ ഇനിയും വിശദമായ ചർച്ചകൾ വേണ്ടിവരും. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അന്തിമഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നേമത്ത് മത്സരത്തിനില്ലെന്ന വാർത്തകൾ തള്ളി മന്ത്രി വി ശിവൻകുട്ടി. മത്സരിക്കാനില്ല എന്നല്ല പറഞ്ഞത്, പാർട്ടി തീരുമാനിക്കുമെന്നാണ് തന്റെ നിലപാട്. പറയുമ്പോൾ കൺഫ്യൂഷനായതാണ്. നേമത്ത് പൂട്ടിച്ച അക്കൗണ്ട് BJPക്ക് തുറക്കാനാകില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. മന്ത്രി ആദ്യം പറഞ്ഞതും പിന്നീട് പറഞ്ഞതും കേൾക്കാം. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം നേമത്താരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ ഞങ്ങൾ ഇതിനടുത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. പാർട്ടി തീരുമാനത്തിനൊപ്പം തന്നെ ആയിരിക്കും. 40 വർഷക്കാലമായി പാർട്ടി എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് എൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. എന്നോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പെല്ലാം വരാൻ വേണ്ടി പോവുകയാണല്ലോ, നേമം മണ്ഡലത്തിൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് നേമം മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മറ്റു ചില പാർട്ടികൾ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് നേമത്ത് ഞാൻ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരാവകാശങ്ങൾ എനിക്കില്ല. എന്ന് മാത്രമല്ല, ഞാൻ 3 പ്രാവശ്യം അവിടെ മത്സരിച്ചു. ഒരു പ്രാവശ്യം രാജഗോപാലിനെ പരാജയപ്പെടുത്തി, മറ്റു പ്രാവശ്യം നമ്മുടെ കുമ്മനം രാജശേഖരൻ സാറിനെ പരാജയപ്പെടുത്തി, ഒരു പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു. ഇത് അവിടുത്തെ നിയമത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ 2-3 ടേമിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചെന്നാണ് പറഞ്ഞത്. അത് അല്ലാതെ നിയമത്തിൽ ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും അത് എടുത്ത് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ നിയമമെന്ന് പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ് അതിൽ നിയമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ക്രൈസ്തവ നയതന്ത്രം പാളിയതോടെ പരമ്പരാഗത ഹിന്ദു വോട്ടുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ BJP. BDJS ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈഴവ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകാതിരിക്കാനുള്ള നീക്കം ആരംഭിച്ചു. ഇന്നലെ നടന്ന പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി നടേശൻ കൂടിക്കാഴ്ച ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഈഴവ വോട്ടുകൾ BJP സംഭരിച്ചു വരുന്നൊരു സമയമാണ്. കാരണം BDJSന്റെ വരവ് ഒരു പ്രധാന ഘടകമാണ്. ഇത് ഇനിയും നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള പ്രധാന കടമ്പ. അത് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണോ ആ പാർട്ടി? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വീതം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്ത് കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിക്കുക എന്ന തന്ത്രം ആണ് BJP മെനയാൻ പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് മത-സാമുദായിക സംഘടനകളുമായി അടുപ്പം പുലർത്തുവാനുള്ള ശ്രമം നേരത്തെ തന്നെ BJP ആരംഭിച്ചിരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കടമ്പ എന്നത് ക്രൈസ്തവ വിഭാഗത്തെയും അതോടൊപ്പം തന്നെ മുസ്ലിം മതവിഭാഗത്തെയും ഒപ്പം നിർത്തുക എന്നതായിരുന്നു. ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ BJP നടത്തിയിരുന്നുവെങ്കിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് BJP പൊതുവെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലത്ത് അടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ വിഭാഗത്തിന് നേരെ സംഘപരിവാർ നടത്തിയിട്ടുള്ള ആക്രമണം അടക്കം ക്രൈസ്തവ വിഭാഗത്തെ വീണ്ടും BJPയിൽ നിന്ന് അകറ്റുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് വിലയിരുത്തൽ. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോഴും ക്രൈസ്തവ വിഭാഗം ഇത്തവണ UDFന് അനുകൂലമാകുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം മതവിഭാഗത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നേരത്തെ BJP നടത്തിയിരുന്നുവെങ്കിലും അതും പരാജയപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് കഴിയുന്നത്ര വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് BJPയുടെ അജണ്ട. ഇതിന്റെ ഭാഗമായിട്ടാണ് ഭൂരിപക്ഷ സമുദായത്തിലെ ഏറ്റവും പ്രബല വിഭാഗം ആയിട്ടുള്ള ഈഴവ വിഭാഗത്തെ കഴിയുന്നത്ര ഒപ്പം നിർത്തുവാനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 2015 BDJS എന്ന രാഷ്ട്രീയ സംഘടനയുടെ പിറവി ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു എന്നത് നമുക്കറിയാം. പക്ഷേ 2014 തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ ഉൾപ്പെടെ കാര്യമായ പുരോഗതി കൈവരിക്കാൻ BDJSന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, നിലവിൽ BDJS NDAയുമായി ചില തർക്കങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ്
BDJSന്റെ സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നിലവിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി എത്തുകയും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുകയും CPIMനെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ആണ് BJP ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഒരു പിന്തുണ തേടുക, അതോടൊപ്പം തന്നെ BDJSനെ NDAയുടെ മുന്നണിയുടെ ഭാഗമായി ഉറപ്പിച്ചു നിർത്തുക, അതോടൊപ്പം തന്നെ കൂടുതൽ ഈഴവ വോട്ടുകളെ സമാഹരിക്കുക എന്ന ലക്ഷ്യവുമായാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. KP അഭിലാഷാണ് പങ്കുവച്ചത്. വർഗീയ പരാമർശം ആര് നടത്തിയാലും അതിനോട് യോജിക്കുന്ന സംസ്ഥാനമല്ല കേരളമെന്ന് സ്പീക്കർ N ഷംസീർ. കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ ആർക്കും തകർക്കാൻ സാധിക്കില്ലെന്നും സ്പീക്കർ പറഞ്ഞു. കേരളം സെക്യുലറായ ഒരു സംസ്ഥാനമാണ്. വർഗീയ പരാമർശം ആര് നടത്തിയാലും അതിനോടൊന്നും യോജിക്കുന്ന സംസ്ഥാനമല്ല കേരളം മഹിതമായ മതനിരപേക്ഷ പാരമ്പര്യമുള്ള സംസ്ഥാനമാണ്. ഇതിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ ആർക്കും തകർക്കാൻ സാധിക്കുന്നില്ല. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനും CEOയ്ക്കുമെതിരെയും CBI അന്വേഷണത്തിന് ശുപാർശ. 2018-22 കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRI അക്കൗണ്ടിലേക്ക് 1,22 ലക്ഷം രൂപ വന്നതിൽ ക്രമക്കേട് നടന്നുവെന്നും VD സതീശന് വേണ്ടി സ്വരൂപിച്ച പണമാണ് ഇതെന്നുമാണ് വിജിലൻസ് നിഗമനം. വിദേശ ഫണ്ട് സ്വീകരിച്ചതിന് രേഖകൾ സൂക്ഷിക്കാത്തത് FCRI നിയമത്തിന്റെ ലംഘനമാണ്. അക്കൗണ്ടിലേക്ക് വന്ന പണം അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടിലുള്ളതായും വിജിലൻസ് കണ്ടെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ CBI അന്വേഷണ ശുപാർശ സംബന്ധിച്ച വാർത്തകൾ വിവാദമാകുന്നതിനിടെയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിനെതിരെയും വിജിലൻസ് CBI അന്വേഷണ ശുപാർശ ചെയ്തതിന്റെ വിവരങ്ങൾ രേഖകൾ പുറത്തുവരുന്നത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2018-22 കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRI അക്കൗണ്ടിലേക്ക് 1,22,23,152 രൂപ വന്നതായാണ് വിജിലൻസ് കണ്ടെത്തിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പണം പുനർജനിയുടെ പേരിൽ സ്വരൂപിച്ചത്. മണപ്പാട് ഫൗണ്ടേഷന് ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ച രേഖകളോ റെക്കോർഡുകളോ അവരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടില്ലെന്നും FCRI നിയമത്തിന്റെ റൂൾ 19ന്റെ ലംഘനമാണ് നടന്നതെന്നും വിജിലൻസ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മണപ്പാട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ ശേഖരിച്ചതെന്നാണ് വിജിലൻസ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ഈ വിജിലൻസിന്റെ ശേഖരിച്ച രേഖകൾ, അതായത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ രേഖകളും അതുപോലെ തന്നെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ മറ്റ് വിശദാംശങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് അവിടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് CEOയ്ക്കെതിരെ കൂടി ഇപ്പോൾ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്യുന്നത്. VD സതീശനെതിരായ വിജിലൻസ് ശുപാർശയിൽ 2 അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ ആ ശുപാർശ നിലനിൽക്കില്ല എന്ന വിജിലൻസിന്റെ മറ്റൊരു റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഏതായാലും രാഷ്ട്രീയമായാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാഷ്ട്രീയമായി ഒരു ആരോപണം, അന്വേഷണ നീക്കം സർക്കാർ നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിനിടയിലാണ് ഇപ്പോൾ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ CEOയ്ക്കെതിരെ കൂടി CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു വിജിലൻസ് എന്ന വളരെ നിർണായകമായ വിവരം കൂടി പുറത്തു വരുന്നത്. പുനർജനി പദ്ധതിയിൽ VD സതീശനെതിരായ വിജിലൻസിന്റെ CBI അന്വേഷണ ശുപാർശയിൽ പ്രതികരണവുമായി സ്പീക്കർ N ഷംസീർ. പഴയ രേഖകൾ പരിശോധിക്കണം, വിജിലൻസിന് റിപ്പോർട്ട് സർക്കാരിന് കൈമാറാം. 2019 സംഭവം, തന്റെ കാലത്തുള്ളതല്ല. സ്വാഭാവികമായും അതിന്റെ രേഖകൾ പരിശോധിക്കേണ്ടി വരുമെന്നും സ്പീക്കർ പറഞ്ഞു. പത്രത്തിൽ കണ്ട വിവരം മാത്രമേ എനിക്കുള്ളൂ, TV കണ്ട വിവരം. ഇപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് റോളൊന്നുമില്ല. വിജിലൻസിന് ഡയറക്റ്റ് സ്പീക്കർക്കോ ലെജിസ്ലേച്ചറിനോ റിപ്പോർട്ട് തരാൻ സാധിക്കുന്നില്ല. വിജിലൻസിന് ഗവൺമെൻറ്റിന് കൈമാറാം. ഗവൺമെൻറ് തീരുമാനമെടുത്ത് ഗവൺമെൻറ് ലെജിസ്ലേച്ചറിന് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കും. ഇല്ല, അത് 2019 മറ്റുമല്ലേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ രേഖകൾ പരിശോധിക്കേണ്ടി വരും. ഞങ്ങൾക്കിപ്പോൾ അറിയുന്നതല്ല, അത് എൻ്റെ കാലത്തുള്ളതല്ല. അത് അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. ഇന്ത്യക്കെതിരെ വീണ്ടും താരിഫ് ഭീഷണി ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ അമേരിക്കയോട് അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ താൻ അതൃപ്തനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാം. തന്നെ സന്തോഷിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണെന്നും അല്ലെങ്കിൽ അധിക ചുങ്കം ഏർപ്പെടുത്തുമെന്നുമാണ് ഇന്ത്യയോടുള്ള ട്രംപിന്റെ ഭീഷണി. Cheap Russian oil, keeping Putin's war machine going. We're trying to give the president the ability to make that a hard choice by tariffs. I really do believe that what he did with India is the chief reason India is now buying substantially less Russian oil. So I hope we pass this bill soon. And after this, they wanted to make me happy, basically. He wanted to. Modi's a very good man. Yes. He's a good guy. He knew I was not happy.
and it was important to make me happy. They do trade. And we can raise tariffs on them very quickly, and it would be very bad for them. വെനസ്വേലയിൽ മലക്കമറിഞ്ഞ് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നാണ് ഡെൽസി അറിയിച്ചിരിക്കുന്നത്. വെനസ്വേലയെ കോളനിയാക്കാൻ അനുവദിക്കില്ലെന്നും നിക്കോളാസ് മഡൂറോയുടെ നയങ്ങളിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് ഡെൽസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്നാൽ ട്രംപിന്റെ നിരന്തരമായ ഭീഷണികൾക്ക് പിന്നാലെയാണ് ഡെൽസി റോഡ്രിഗസിന്റെ നിലപാട് മാറ്റം. അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, തനിക്ക് വഴങ്ങണമെന്നുള്ള ട്രംപിന്റെ നിരന്തരമായ ഭീഷണി, മുൻ പ്രസിഡന്റ് സംഭവിച്ച പ്രശ്നങ്ങൾ അറിയാം, ഇതൊക്കെയാണോ ഡെൽസിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അമേരിക്കയുടെ ഒരു ഭീഷണിക്കും വഴങ്ങില്ല, വെനസ്വേല എപ്പോഴും മദൂറോയുടെ നയങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും അവിടുത്തെ വേണ്ട സൈനികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കുമെന്നുമാണ് ഡെൽസി റോഡ്രിഗസ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്ന നിലപാടാണ് റോഡ്രിഗസ് എടുത്തിരിക്കുന്നത്. അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്, നല്ല സഹകരണത്തോടെ പ്രവർത്തിച്ച് വെനസ്വേലയുടെ സഹകരണം അല്ലെങ്കിൽ വെനസ്വേലയുടെ വികസനം അത് കൃത്യമായി നടത്താൻ എല്ലാ പിന്തുണയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ള കാര്യം കൂടി ഡെൽസി റോഡ്രിഗസ് ടെലിഗ്രാമിലൂടെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മദൂറോയെ സംബന്ധിച്ച്, ഇടത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു നിലപാട് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമടക്കം ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഡെൽസി റോഡ്രിഗസിനെതിരെ ഉയർത്തിയത്. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കാരക്കാസിലേക്ക് സൈന്യത്തെ അയക്കാൻ താൻ മടിക്കില്ല എന്നുള്ളതായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി. അതുപോലെ തന്നെ മാർക്കോ റൂബിയോയും പറഞ്ഞിരുന്നു അമേരിക്ക ചില കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ് ഡെൽസി റോഡ്രിഗസ് ഭരിക്കുന്നതെങ്കിൽ അവർക്ക് തുടർന്ന് ഭരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ ശക്തമായ രീതിയിൽ ഉണ്ടാകുമെന്നായിരുന്നു മാർക്കോ റൂബിയോയും പറഞ്ഞിരുന്നത്. ഈ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഡെൽസി റോഡ്രിഗസ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല മദൂറോ ഇപ്പോൾ അമേരിക്കയിലാണ്, ന്യൂയോർക്കിൽ ാണ്. അവിടെ ഇന്ന് വിചാരണ കോടതിയിൽ മദൂറോയെ ഹാജരാക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഡെൽസി റോഡ്രിഗസിനോടൊപ്പം ചേർന്ന് നിന്ന വെനസ്വേലയുടെ പ്രസിഡന്റായിരുന്ന മദൂറോ ഒരു തടവുകാരനായി അമേരിക്കയിൽ കഴിയുമ്പോൾ ഒപ്പം നിന്നിരുന്ന ഡെൽസി റോഡ്രിഗസ് മദൂറോയ്ക്ക് എതിരായിട്ടുള്ളൊരു നിലപാട് രാജ്യത്തെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ മദൂറോയെ അവിടെ രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ മദൂറോയ്ക്ക് ഒരു സഹായം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷൻ കൂടി ഡെൽസി റോഡ്രിഗസ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ സമയം തന്നെ മദൂറോയ്ക്ക് എതിരായിട്ടുള്ള നിലപാടെടുക്കുകയും എന്നാൽ മദൂറോയ്ക്ക് നിയമസഹായം നൽകുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ഡെൽസി റോഡ്രിഗസ് എത്തിയിരിക്കുന്നു. ഇത് ഇടത് രാഷ്ട്രീയം മുന്നിൽ പിടിക്കുന്ന ആളുകൾക്ക് ഡെൽസി റോഡ്രിഗസിൻ്റെ ഈ ഒരു തീരുമാനത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കൊളംബിയയിൽ ഗുസ്താവോ പെട്രോയെ ഒരു ഭ്രാന്തൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. കൊളംബിയയിലേക്കും താൻ ആക്രമണം നടത്താൻ തയ്യാറാണ്, അതിൻ്റെ ഒരുക്കത്തിലാണെന്നുള്ള കാര്യം കൂടി ട്രംപ് പറയുമ്പോൾ അതിന് പിന്നാലെ ഗുസ്താവോ പെട്രോ തിരിച്ചടിക്കുന്നുണ്ട്. താൻ പോരാടി അധികാരത്തിലെത്തിയ ആളാണ്, പെട്ടെന്നുണ്ടായതല്ല, താൻ സമരങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും പ്രസിഡന്റായ ആളാണ്, തന്നെ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാനും നിൽക്കണ്ട എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിനോട് ഗുസ്താവോ പെട്രോ നൽകിയിരിക്കുന്ന മറുപടി. അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുകയറ്റത്തിൽ ആദ്യത്തെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. താൻ ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചതുപോലെ തന്നെ നിക്കോളാസ് മദൂറോ എന്ന് പറയുന്ന തന്റെ 1-ാം നമ്പർ ശത്രുവിനെ ജയിലിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തെ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിർത്താനും ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് കൊളംബിയയിലേക്കാണ് എന്നുള്ള സൂചന കൂടി ഡൊണാൾഡ് ട്രംപ് വയ്ക്കുന്നുണ്ട്. രഞ്ജിത്ത്. ശരി. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിഷേധം ശക്തമായ ഇറാനിൽ നിന്ന് അയത്തുള്ള ഖമനേയി നാടുകടക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഖമനേയും കുടുംബവുമടക്കം 20 പേരടങ്ങുന്ന സംഘം റഷ്യയിലേക്ക് കടക്കാൻ പദ്ധതിയിടുന്നതായാണ് ബ്രിട്ടീഷ് പത്രം ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വെനസ്വേലയിൽ നടത്തിയ മാതൃകയിലെ ഓപ്പറേഷൻ ഇറാനിലും അമേരിക്ക ആവർത്തിച്ചേക്കാമെന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടെയാണ് നാടുവിട്ടേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ഇന്നും അതിശക്തമായ പ്രക്ഷോഭമാണ് ഇറാനിൽ നടക്കുന്നത്. ഇതുവരെ 16ഓളം പേരാണ് രാജ്യത്ത് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. ടിവിക്ക് നേതാവും നടനുമായ വിജയ്ക്ക് പ്രതീക്ഷ നൽകുന്ന സർവേ ഫലം തമിഴ്നാട്ടിൽ പുറത്തുവന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനം പരിഗണിക്കുന്ന ആളുകളിൽ 2ാം സ്ഥാനം വിജയ്ക്കാണ്. ലയോള കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് നടത്തിയ സർവേ റിപ്പോർട്ടാണ് ഇത്. ടിവിക്കയുടെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക DMK ആണെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു.
കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആന്റണി രാജു ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടുവെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഡിസ്ക്വാളിഫിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിക്കുക മാത്രമേ അസംബ്ലി സെഗ്മെന്റിനുള്ളൂ എന്നും സ്പീക്കർ പറഞ്ഞു. ഇതിൻ്റെ നോർമൽ പ്രൊസീഡിങ്സ് ഇപ്പോൾ ആന്റണി രാജു ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിൽ. ഇനിയിപ്പോൾ ഞങ്ങളുടെ റോൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയാൽ തിരുവനന്തപുരം അസംബ്ലി സെഗ്മെൻറ്റ് വീക്കെൻഡ് ആണെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അയക്കലാണ്. അതുമാത്രമേ ഞങ്ങൾക്ക് റോളുള്ളൂ. ചീഫ് ഇലക്ഷൻ ഓഫീസിലേക്ക് ട്രിവാൻഡ്രം അസംബ്ലി സെഗ്മെൻറ്റ് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ്റെ ഭാഗമായി ഒഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കാൻ ഉത്തരവാദിത്തം മാത്രം നോട്ടിഫിക്കേഷനെ ഞങ്ങൾ അറിയിക്കും. കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളി ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. വയനാട് സ്വദേശി കൃഷ്ണനാണ് മരിച്ചത്. മൈസൂരിൽ നിന്ന് കോഴിക്കോട് ബിവറേജിലേക്ക് പതിവുമായി വന്ന ലോറി കാറുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് കൈവരിയിൽ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. ലോറിക്കിടയിൽ കുടുങ്ങിയ കൃഷ്ണനെ അഗ്നിരക്ഷാ സേന പുറത്തെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാലത്ത് ഒരു 4 മണി സമയത്താണ് ഈ അപകടം ഉണ്ടായത്. കാറും ലോറിയായിട്ടാണ് കൂട്ടി ഇടിച്ചത്. പിന്നെ കർണാടക ഹസൻ എന്ന് വരുന്ന ബിയറിൻ്റെ ലോഡാണ്. അത് എറണാകുളം FL9 ഗോഡൗണിലേക്കുള്ള ബിയറാണ്. 700 കേസ് ബിയർ ഉണ്ടായിരുന്നു. ലോറിയുടെ ഡ്രൈവർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. 30 വയസ്സായ ചെറുപ്പക്കാരൻ, വയനാട് സ്വദേശിയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാവേണ്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. വളരെ സങ്കടകരമായ വസ്തുതയാണ്. ഈ പൊട്ടിയ കുപ്പികളൊക്കെ തന്നെ മാറ്റി കൊണ്ട് ഇരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. ബാക്കിയുള്ള കാർട്ടൺ കേസിലേക്ക് ബാക്കി പൊട്ടാത്ത കുപ്പികളൊക്കെ സുരക്ഷിതമായിട്ട് കയറ്റി നമ്മളിവിടുന്ന് മാസ്റ്റർ തയ്യാറാക്കി തിരിച്ച് ഗോഡൌണിലേക്ക് തന്നെ കയറ്റി അയക്കും. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോയും ബുള്ളറ്റും കൂട്ടിയിടിച്ച അപകടമുണ്ടായി. ആറ്റിങ്ങൽ സ്വദേശിക്ക് ഗുരുതരമായി പരിക്ക്. ആലങ്കോട് സ്വദേശി രഞ്ജിത്തിനാണ് പരിക്കേറ്റത്. ഇയാളെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വർക്കലയിൽ നിന്നും പാരിപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ എതിർദിശയിൽ വന്ന ബുള്ളറ്റ് ഇടിച്ചു കയറുകയായിരുന്നു. ബുള്ളറ്റ് ഓടിച്ചിരുന്ന യുവാവ് മദ്യപിച്ചിരുന്നതായും വാഹനത്തിന് നിയന്ത്രണം തെറ്റി ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്ത് കാറും ചരക്ക് കയറ്റി വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. തലനാഴികയ്ക്കാണ് കാൽനട യാത്രികൻ രക്ഷപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം തെറ്റി മറ്റൊരു ബൈക്കിലേക്കും ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. അത് തന്നെ വായിച്ചു തരുമോ നീ? കോഴിക്കോട് കൊടുവള്ളിയിൽ വൻ തീപിടുത്തം. ദേശീയപാതയോരത്തെ അൽ റൈദാൻ എന്ന മന്തിക്കടയ്ക്ക് തീപിടിച്ചു. കട പൂർണ്ണമായും കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയതിൽ നഷ്ടപരിഹാരം തേടി സുമയ്യ കോടതിയിലേക്ക്. വീഴ്ച സംഭവിച്ചതല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും സുമയ്യ ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും തേടിയാണ് സുമയ്യ കോടതിയെ സമീപിക്കുന്നത്. എനിക്ക് സംഭവിച്ച വീഴ്ച അവരായിട്ട് ഞാനായിട്ട് അത് ചെയ്തതല്ല, ഡോക്ടറിന്റെ കൈപ്പിഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സർക്കാർ തന്നെയാണ് അതിന് ഉള്ള ഒരിത് തരുകയും വേണം. ഡോക്ടർ എനിക്കത് സർജറിയിൽ ഒരു കൈയബദ്ധം പറ്റിയതാണ്, പിന്നെ നിങ്ങൾ ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഡോക്ടർ പറഞ്ഞു. സർക്കാർ ജോലിയും വേണം, പിന്നെ നഷ്ടപരിഹാരവും വേണം.
നടനും പ്രൊഡക്ഷൻ മാനേജരുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 61 വയസ്സായിരുന്നു. കുരുക്ഷേത്ര, കീർത്തിചക്ര, മിഷൻ 90 ഡേയ്സ്, വെട്ടം, കാണ്ഡഹാർ, കർമ്മയോദ്ധ, പുലിമുരുകൻ, ഒടിയൻ തുടങ്ങിയ സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് പട്ടാമ്പിക്ക് സമീപമുള്ള ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ നടക്കും. സംവിധായകൻ മേജർ രവി സഹോദരനാണ്. മലപ്പുറത്ത് അരിവാൾ രോഗത്തിന് ചികിത്സയിലായിരുന്ന ആദിവാസി ബാലൻ മരിച്ചു. ചാലിയാർ അമ്പുമല ആദിവാസി നഗറിലെ ഗോപിയാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. കുറച്ചുനാളായി രോഗബാധിതനായിരുന്നു. രോഗം കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ട് മരണം സംഭവിക്കുകയായിരുന്നു. കൊച്ചി ചെല്ലാനത്ത് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധിച്ച് തീരദേശ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. 2 ആഴ്ചയോളമായി മേഖലയിൽ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. വാട്ടർ അതോറിറ്റി അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മൂവാറ്റുപുഴ തിരുമാറാടിയിൽ വീട്ടുമുറ്റത്ത് മൂർഖനെ മൂവാറ്റുപുഴ തിരുമാറാടിയിൽ വീട്ടുമുറ്റത്ത് മൂർഖനെ പിടികൂടി. കഴിഞ്ഞ രാത്രിയാണ് വീടിന്റെ ഗേറ്റിനോട് ചേർന്ന് കരിയിലകൾക്കിടയിൽ കൂറ്റൻ മൂർഖൻ പാമ്പിനെ കണ്ടത്. പാമ്പ് പിടുത്ത വിദഗ്ധൻ സേവി തോമസ് മൂവാറ്റുപുഴയിൽ നിന്നെത്തി പാമ്പിനെ പിടികൂടിയ പാമ്പിനെ കോതമംഗലം വനത്തിൽ തുറന്നുവിട്ടു. പുലിപ്പേടിയിൽ തിരുവനന്തപുരം മീനാങ്കലും പരിസര പ്രദേശങ്ങളും ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെന്നും CCTV ദൃശ്യങ്ങളിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായും നാട്ടുകാർ പറയുന്നു. സ്ഥലത്തെത്തിയ RRT സംഘം നാട്ടുകാരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവും നൽകി. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് തുടരുന്നു. ഉച്ചവരെ 53,000-ത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. മരക്കൂട്ടം മുതൽ നിയന്ത്രണങ്ങളോടെയാണ് കയറ്റിവിടുന്നത്. മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങി 6 ദിവസം പിന്നിടുമ്പോൾ 5.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് ദർശനം നടത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശേഷം വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 5.5 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നലെയും 1 ലക്ഷത്തിനോടടുത്ത് തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിരുന്നു. ഇന്നും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മരക്കൂട്ടം മുതൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പമ്പയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മണിക്കൂറിൽ 3000-നും 4000-നും ഇടയിൽ തീർത്ഥാടകർ സന്നിധാനത്തിൽ കയറുന്നു എന്നുമാണ് പോലീസിന്റെ കണക്ക്. മിനിറ്റിൽ 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകരെ 18-ാം പടി കയറ്റിവിടുന്നുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ ഒരു തിരക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. പ്രത്യേകിച്ച് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഇവിടെ തന്നെ തമ്പടിച്ച് പർണശാല കെട്ടി നിൽക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് തിരക്ക് കൂടും എന്ന് തന്നെ പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്താണെങ്കിലും വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുഭവപ്പെട്ടെങ്കിലും ഇവിടെ എത്തിയ തീർത്ഥാടകർക്ക് ദർശനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടേക്ക് എത്തുവാൻ ഒരുപക്ഷെ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ ഇവിടേക്ക് എത്തുവാൻ 7-8 മണിക്കൂർ എടുക്കുന്ന ഒരു സാഹചര്യം ചില സമയങ്ങളിൽ ഉണ്ടായേക്കാം. സാധാരണഗതിയിൽ രാവിലെ 8 മണിക്ക് ശേഷം സന്നിധാനത്ത് തിരക്ക് അല്പം കുറയും. പിന്നീട് തിരിച്ചിറങ്ങുന്ന അയ്യപ്പന്മാരുടെ ഒരു തിരക്കായിരിക്കും ഉണ്ടാവുക. ഒരു 11 മണിയോടെ സ്ഥിതിഗതികൾ കുറെ കൂടി നിയന്ത്രണ വിധേയമാകും. അയ്യപ്പന്മാർക്ക് തിരക്കില്ലാതെ ഇവിടെ എത്താൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ വൈകുന്നേരം വീണ്ടും അയ്യപ്പന്മാരെത്തുകയും തിരക്ക് കൂടുകയും ചെയ്യും. അവരുടെ തമ്പടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയും വൈകുന്നേരവും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും ഇവിടെ എത്തുന്നവർ സുഗമമായി ദർശനം നടത്തി മടങ്ങിപ്പോകുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും വലിയ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം മണ്ഡലവിളക്കിന് മുൻപ് ഉണ്ടായ പ്രശ്നങ്ങൾ, അതിൽ ആദ്യം നട തുറന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡിനെയും പോലീസിനെ സംബന്ധിച്ച്. സന്നിധാനത്തും CB അനുമോദ്, ന്യൂസ് 18. അയ്യപ്പ ഭക്തർക്ക് ചുക്കുകാപ്പി വിതരണം ചെയ്ത് പോലീസ്. കൊല്ലം പുനലൂരിലെത്തുന്ന അയ്യപ്പ ഭക്തർക്കാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി വിതരണം നടത്തിയത്. മിനി പമ്പ എന്നറിയപ്പെടുന്ന പുനലൂർ TB ജംഗ്ഷനിലാണ് മണ്ഡലകാലം അവസാനിക്കുന്നതുവരെ പുനലൂർ പോലീസ് അയ്യപ്പ ഭക്തർക്ക് സൗജന്യമായി ചുക്കുകാപ്പി വിതരണം ചെയ്യുന്നത്. പുനലൂർ പോലീസ് സേനാംഗങ്ങൾ സഹകരിച്ച് നടത്തുന്ന ചുക്കുകാപ്പി വിതരണത്തിന്റെ ഉദ്ഘാടനം SI അനീഷ് നിർവഹിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും വന്നുപോകുന്ന അയ്യപ്പ ഭക്തന്മാർ
വരുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളിലുള്ള ഡ്രൈവർമാർ പലപ്പോഴും ഈ യാത്രയുടെയും മറ്റു ആലസ്യത്തിലും മറ്റു ഉറങ്ങിപ്പോകാനുള്ള സാധ്യത കണക്കിലെടുത്തും അപകടരഹിതമായ ഒരു യാത്ര ഈ മണ്ഡലകാലത്ത് അവർക്ക് പ്രദാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പുനലൂർ പോലീസ് ചുക്കുവെള്ളം വിതരണം ചെയ്യുവാനും അവരുടെ യാത്രാക്ലേശത്തിന് പോലീസിന് ആകും വിധമുള്ള ഒരു ആശ്വാസം നൽകുവാനും നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുനലൂർ പോലീസ് ഇന്നു മുതൽ പുനലൂർ TB ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ചുക്കുവെള്ള വിതരണം ആരംഭിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ ദീർഘദൂര യാത്രയായി വാഹനമോടിച്ചെത്തുന്ന അയ്യപ്പ ഭക്തർക്കുണ്ടാകുന്ന ക്ഷീണം കാരണമുള്ള അപകടങ്ങൾ ഒഴിവാക്കി സുരക്ഷിതമായ യാത്ര ഒരുക്കുക എന്നതാണ് ചുക്കുകാപ്പി വിതരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. SIമാരായ R. റിയാസ്, ശിശിര ശശികുമാർ, ഗ്രേഡ് SIമാരായ ഭക്തവത്സൻ, പ്രകാശ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ശ്രീകുട്ടൻ, അഖിൽ, ശരത്ത്, അജീഷ്, ഷഹീർ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസത്തെ ചുക്കുകാപ്പി വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് 18 പുനലൂർ. വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയെന്ന് തന്നെ പറയുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആലപ്പുഴ സമ്മേളന സമയത്ത് വെള്ളാപ്പള്ളിയെ കാണാൻ പോവുകയും 3 ലക്ഷം രൂപ നൽകുകയും ചെയ്തു. അതിന് കണക്കുണ്ട്, വഴിവിട്ട സഹായം ചെയ്യില്ലെന്നാണ് പറഞ്ഞതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPIക്കാർ പണം വാങ്ങിപ്പോയെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തോടാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഞാൻ മറ്റോ ഒരു പേപ്പറിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, CPIക്കാർ വന്ന് കാശ് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കാശ് മേടിച്ചിട്ട് മുങ്ങുന്ന പാർട്ടിയല്ല CPI. കാശ് മേടിച്ചെങ്കിൽ മേടിച്ചു എന്ന് പറയും. ഇലക്ഷനുകൾക്ക്, സമ്മേളനങ്ങൾക്ക് CPI ഫണ്ട് പിരിച്ചിട്ടുണ്ട്. ആ ഫണ്ടിൻ്റെ കണക്കുണ്ട്, ആ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ അതാരും കമ്മില്ല, വിഴങ്ങില്ല. അതിന് പകരമായിട്ട് ഒരു തോന്നിയവാസവും ചെയ്യാൻ വേണ്ടി ആരെയും തുണയ്ക്കാനും പോകുന്നില്ല. ഇതാണ് CPIയുടെ ഫണ്ട് പിരിവ്. അത് പറയാൻ കാര്യം, ഇത്തരം ആൾക്കാരൊക്കെയുള്ള സമൂഹമാണ്. അദ്ദേഹത്തോട് എല്ലാം ആദരവോടെ ഞാൻ പറയട്ടെ, ഇതായിരിക്കും CPIയുടെ ഫണ്ട് പിരിവ്. ആ ഫണ്ട് പിരിവിൻ്റെ മാർഗത്തെപ്പറ്റി സംശയങ്ങൾ ഒരു സഹാവിനും വേണ്ട. രുചിവൈവിധ്യങ്ങളുടെ രാജകീയ വിരുന്നൊരുക്കി ദേശീയ സരസ് മേള പാലക്കാട് ചാലിശ്ശേരിയിൽ പുരോഗമിക്കുന്നു. 150-ലധികം സംരംഭകരുടെ 32ഓളം ഭക്ഷ്യ വിപണന സ്റ്റോളുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മെഗാ ഫുഡ് കോർട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സരസ് മേളയിൽ എത്തിച്ചേർന്ന 150-ൽ പരം സംരംഭകരുടെ 32ഓളം ഭക്ഷ്യ വിപണന സ്റ്റോളുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മെഗാ ഫുഡ് കോർട്ടാണ് ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ കുടുംബശ്രീ സരസ് മേളയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, അസം, ലക്ഷദ്വീപ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങളും കേരളത്തിലെ 14 ജില്ലകളിലെയും തനതു ഭക്ഷ്യവിഭവങ്ങളും അടക്കം ഒരു വൻ വിരുന്നു തന്നെയാണ് ചാലിശ്ശേരിയിലെ മുലയംപറമ്പ് മൈതാനത്ത് 13ാം ദേശീയ സരസ് മേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. രാജസ്ഥാന്റെ റബ്ദി ഗീവർ, ആന്ധ്രാപ്രദേശിന്റെ കോക്കനട്ട് റൈസ്, പഞ്ചാബിന്റെ ചോള ഭട്ടൂര, ലക്ഷദ്വീപിന്റെ ഫിഷ് മടഞ്ഞത് തുടങ്ങിയ വിവിധ നാടുകളുടെ തനതായ രുചി വിഭവങ്ങൾ പരിചയപ്പെടാനും പുത്തൻ രുചിക്കൂട്ടുകളുടെ വ്യത്യസ്തത ആസ്വദിക്കാനുമുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. നിയമസഭാ സ്പീക്കർ AM ഷംസീർ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി MP രാജേഷ്, MLAമാരായ മുഹമ്മദ് മുഹസിൻ, P മമ്മിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ മാലിന്യങ്ങൾ മൂലം കനാലിൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടത് വൃത്തിയാക്കാൻ രംഗത്തിറങ്ങിയ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷിന്റെ പ്രവൃത്തി കയ്യിൽ നേടുന്നു. കോട്ടപ്പടിയുടെ കുടിവെള്ള സ്രോതസ്സായ വിരിപ്പക്കാട് ചിറയിലേക്ക് ഒഴുകി വരുന്ന പെരിയാർ വാലി കനാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതാണ് പ്രസിഡന്റ് നീക്കം ചെയ്ത് മാതൃകയായത്. മൂവാറ്റുപുഴ കടാതി സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെടിമരുന്നിന് തീപിടിച്ചുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഒരാൾ മരിക്കുകയും ഒരാൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് പള്ളി വികാരിക്കും ട്രസ്റ്റികൾക്കും എതിരെ കേസെടുത്തു. സുരക്ഷാ വീഴ്ച വരുത്തിയതിനും സ്ഫോടക വസ്തു നിയമലംഘനം പ്രകാരവുമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പള്ളി വികാരി ഫാദർ ബിജു വർക്കി, പള്ളി ട്രസ്റ്റിമാരായ സാബു പോൾ, CM എൽദോ എന്നിവർക്കെതിരെയാണ് കേസ്. കാസർഗോഡ് ദേശീയപാതക്കരികിൽ വൻ തീപിടുത്തം. പെരിയട്ടടുക്കത്തിലാണ് അപകടമുണ്ടായത്. സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് സ്ഥലം കത്തി നശിച്ചു. മരങ്ങൾ ഉൾപ്പെടെ ആണ് കത്തി നശിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് ഇതിന് സമീപത്തായി വൻ തീപിടുത്തമുണ്ടായിരുന്നു.
പന്നിക്കണിയിൽ അകപ്പെട്ട തെരുവ് നായയ്ക്ക് രക്ഷകരായി നാട്ടുകാർ. പരുതൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറെ കൊടുമുണ്ടയിലാണ് സംഭവം. സാമൂഹ്യ വിരുദ്ധർ വെക്കുന്ന പന്നിക്കണി മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ്. പരുതൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറെ കൊടുമുണ്ടയിലാണ് സംഭവം. സാമൂഹ്യ വിരുദ്ധർ കാട്ടുപന്നികളെ പിടികൂടുന്നതിനായി അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ തെരുവുനായയുടെ കാല് കുടുങ്ങുകയായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നായയുടെ കരച്ചിൽ കേട്ട് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നായ കുടുങ്ങിയത് കണ്ടത്. 4 ദിവസത്തോളമാണ് നായ ഇത്തരത്തിൽ ദുരിതം അനുഭവിച്ചു കിടന്നത്. കുടുക്ക് കുടുങ്ങി കാലിൽ മുറിവാകുകയും രക്തം വാർന്നു പോവുകയും ചെയ്തു. തുടർന്ന് പ്രദേശത്തെ നാട്ടുകാരും യുവാക്കളും ചേർന്ന് കുടുക്കിൽ നിന്നും നായയെ രക്ഷിച്ചു. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ പന്നിക്കണി വെക്കുന്നത് കാരണം നിരവധി ജീവികളും മനുഷ്യരുമടക്കം അകപ്പെടുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇപ്പോ നമ്മള് ആളൊന്നും പേര് പറയില്ല, നമുക്ക് ഏതോ ആൾക്കാർ വെച്ചതാണ്. സാമൂഹ്യ വിരുദ്ധരെന്ന് പറയാ. മുമ്പ് വർഷങ്ങളുണ്ടായിട്ടുണ്ടല്ലേ? മുമ്പ് ഇങ്ങനെ ഒരു പയ്യന്റെ കാല് കുടുങ്ങിയിട്ടുണ്ട്. 2-3 ആൾക്കാർ ഇവിടെ വീണിട്ടുണ്ട്. എന്റെ കാലടക്കം കുടുങ്ങി, 2 കാലും കുടുങ്ങി ഞാൻ വീണ്. അവിടുന്ന് ഈ പറമ്പിന്റെ ഉടമസ്ഥ മാഷ് വരും, ആ മാഷയുടെ കാലിൽ കുടുങ്ങിയിട്ട് മാഷും വീണു. ന്യൂസ് 18 പാലക്കാട്.